ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഷെഹബാസ് ഷെരീഫിന്റെ വിശാലമായ വസതിയിൽ നിന്ന് ഷെരീഫ് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. എന്താണ് സംഭവിച്ചത് അവിടെ? അല്ല, ഷഹബാസ് ഷെരീഫിനെ കുറിച്ച് ഇന്നലെ പറയുന്നത്, അദ്ദേഹം നമുക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹം തന്നെ വിളിക്കാം. അദ്ദേഹം ഇന്നലെ പാകിസ്ഥാൻ സേന ഇന്ത്യയുടെ 15 നഗരങ്ങളിലേക്ക്, 4 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 15 നഗരങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള തീരുമാനം ഷഹബാസ് ഷെരീഫിനെ പാകിസ്ഥാൻ സേന ബ്രീഫ് ചെയ്തതിന് ശേഷം മോദി ഈ കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ കണ്ടത് മോദിയും അജിത് ഡോവലും രാജ്നാഥ് സിംഗും അമിത്ഷായും എല്ലാം കൂടെ സേനയുടെ സ്പെഷ്യൽ കമാൻഡ് ഓഫീസിൽ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നലെ അദ്ദേഹവും തീരുമാനിച്ചു, ഇതെല്ലാം നേരിട്ട് കാണാൻ തീരുമാനിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിഭീകരമായി നമ്മൾ ഇതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഇതിനെയൊക്കെ ഇന്ത്യൻ ആകാശത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇവരുടെ മുഴുവൻ പ്രൊജക്ടൈൽസിനെയും നമ്മൾ തകർത്ത് കളഞ്ഞു. അതിനുശേഷം പാകിസ്ഥാനൊരു നിരാശയുണ്ടായി. ഇന്ത്യയുടെ ഒരു ടാർഗറ്റിനെ പോലും ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പം എന്തെങ്കിലും ചെയ്യും, ചിലപ്പോൾ ഇന്ത്യ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അയക്കും എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിഭീകരമായ തിരിച്ചടി ഉണ്ടായത്. പകൽ തന്നെ ഇന്ത്യയുടെ ആളില്ലാ ഡ്രോണുകൾ ലാഹോർ ഉൾപ്പെടെയുള്ള 9 നഗരങ്ങളിൽ ചെറിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കാരണം ഇന്നലെ പുലർച്ചെ ഇതുപോലെ പാകിസ്ഥാൻ ചില സാഹസം നടത്തിയതിന് തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യ തിരിച്ച് അവരുടെ സൈനിക കേന്ദ്രങ്ങളേക്ക് ലാക്കാക്കി ചില ആക്രമണം പകൽ നടത്തിയിരുന്നു. പക്ഷേ രാത്രി പാകിസ്ഥാൻ ചെയ്തത്, അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫിൻ്റെ പട്ടാളം ചെയ്തത് സൈനിക കേന്ദ്രങ്ങളെയല്ല, നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. ജമ്മു വിമാനത്താവളം ഉൾപ്പെടെ, ജയ്സൽമീർ ഉൾപ്പെടെ അവിടെയൊക്കെ നമ്മുടെ ആർമിയുടെയും സേനയുടെയൊക്കെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ജനവാസ കേന്ദ്രങ്ങളെ ലാക്കാക്കിയിട്ടാണ് 15 കേന്ദ്രങ്ങളെ ഹിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ലൈസൻസ് കിട്ടി, ഇങ്ങോട്ട് ചെയ്താൽ അത് നമുക്കും ചെയ്യാം. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഭീകരമായ ആക്രമണം നമ്മൾ നാവികസേനയുടെ ഉൾപ്പെടെയുള്ള സഹായത്തോടെ ലാഹോറിലും കറാച്ചിയിലുമൊക്കെ നമ്മുടെ മിന്നലാക്രമണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും വലിയ വിവരം കിട്ടുന്നത് ലാഹോറിൽ റൈവിന്ദ് പാലസ് എന്ന് പറയുന്ന വീട്ടിലാണ് ഷഹബാസ് ഷെരീഫ് താമസിക്കുന്നത്. 1700 ഏക്കറിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ രാജധാനി. വീടെന്ന് പറയാൻ പറ്റുമോ? പാലസ് എന്നാണ്, റൈവിന്ദ് പാലസ് എന്ന് പറഞ്ഞാൽ പാലസാണ്. പാലസിൽ താമസിക്കുന്ന ഒരു മഹാരാജാവിനെ പോലെ കഴിയാണ്. പട്ടിണിയാണ്, കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല, അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവള ഇട്ട് കിളുക്കാൻ മോഹം എന്നൊക്കെ പറയുന്നത് പോലെ കഴിയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ആ ജനങ്ങൾക്ക് ഗോതമ്പ് മേടിക്കാൻ കാശില്ലെങ്കിലും പ്രധാനമന്ത്രി 1700 ഏക്കറിലെ കൊട്ടാരത്തിൽ കഴിയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ അതിന് 20 കിലോമീറ്റർ അടുത്ത് ഇന്ത്യൻ മിസൈൽ വന്നു വീഴും. അപ്പോൾ പാകിസ്ഥാൻ ഞെട്ടിപ്പോയി. കാരണം സാധാരണ യുദ്ധമൊക്കെ അങ്ങോട്ടും ഉണ്ടാകും, സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കും, ചില മിലിറ്ററി പോസ്റ്റുകൾ ആക്രമിക്കും. പക്ഷേ രാജ്യത്തലവനെ ലാക്കാക്കി ഒരു മിസൈൽ വന്നു എന്നുള്ളത് പാകിസ്ഥാൻ ചിന്തിക്കാത്ത കാര്യമാണ്. അതായത് ഷഹബാസ് ഷെരീഫിനുള്ള മറുപടി, വേണ്ടി വന്നാൽ നീ ഇന്ത്യയോട് കളിച്ചാൽ നിൻ്റെ പ്രധാനമന്ത്രിയെ വരെ നമ്മൾ ഹിറ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചന. ഒരുപക്ഷെ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഈ റൈവിന്ദ് പാലസിലേക്ക് അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം അതൊരു വലിയ കോൺസിക്വൻസ് ഉണ്ടാവും, രാജ്യാന്തര പ്രത്യാഘാതങ്ങളുണ്ടാവും. എന്നാൽ അതിന് വരെ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് അതിന് കണ്ട് 20 കിലോമീറ്ററിന് ഇപ്പുറത്തേക്ക് വരെ നമ്മുടെ മിസൈൽ ചെന്ന് പതിച്ചത്. ഇതോടുകൂടി പാകിസ്ഥാന് കാര്യം മനസ്സിലായി. ഈ ഷെരീഫിനെ അവിടെ നിന്ന് റൈവിന്ദ് പാലസിൽ നിന്ന് അപ്പോൾ തന്നെ സൈന്യം മാറ്റി എന്നാണ് പറയുന്നത്. സൈന്യം മാറ്റി എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മാറ്റം ഉണ്ടാവും. നമ്മൾ അസിം മുനീറിൻ്റെ കാര്യം പറഞ്ഞു. അസിം മുനീറിനെ സംബന്ധിച്ച് നേരത്തെ ISIയുടെ തലവനായിരുന്ന പാകിസ്ഥാന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സേനയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണങ്ങൾ നടത്തുകയും അതേ തുടർന്ന് ഫണ്ട് ശേഖരണങ്ങൾ നടത്തി അതെല്ലാം ഈ പാർട്ടി ഫണ്ട് പിരിക്കുന്നത് പോലെ സ്വന്തം പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുന്ന ഒരു അഴിമതിക്കാരനായ ജനറൽ എന്നുള്ള പേരുദോഷം അസിം മുനീറിനുണ്ട്. ഷഹബാസ് ഷെരീഫിനെ സംബന്ധിച്ച് ഒരു ലോ പ്രൊഫൈലായിട്ടുള്ള ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി നമ്മളങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്നു, പഞ്ചാബ് പ്രവിശ്യയിലെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് ഒരു തവണ. ഏപ്രിൽ 11, 2022 ഷെരീഫ് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ഒരു വലിയ ശ്രദ്ധിക്കുന്ന ഹൈ പ്രൊഫൈൽ എന്ന നിലയിൽ വരുന്ന ഒരു രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് എങ്കിലും അറിയപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയൊന്നും ആയിരുന്നു. ഒരു പ്രധാനമന്ത്രിയായി അങ്ങനെ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. പക്ഷേ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് രാജ്യം പാകിസ്ഥാൻ കടന്നു പോകുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഓഹരി വിപണിയൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇപ്പോൾ 9-ാം തീയതി ഇന്ന് IMFൻ്റെ യോഗം ചേർന്നിട്ട് IMFിൽ നിന്ന് പാകിസ്ഥാന് പുതിയ ലോൺ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, IMFൻ്റെ യോഗം ചേരുമ്പോഴത്തേക്ക് മുഴുവൻ രാജ്യങ്ങളുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിരുന്നാൽ മാത്രമേ അത് പാസ്സാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, 6 മാസം കൂടെ കാലാവധിയുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് രാജിവെക്കാൻ പറഞ്ഞു. അപ്പോൾ കോറയിൽ ഉണ്ടാവത്തില്ല. ഇന്ത്യയുടെ
പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട്, കോറം ഇല്ലാത്തതുകൊണ്ട് ആ യോഗം ചേരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, യുദ്ധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെ ഒരു ബ്ലേഡ് കമ്പനി, ലോകബാങ്ക് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്പോൺസർ ചെയ്യുന്ന ബ്ലേഡ് കമ്പനിയാണ്, അവരെങ്ങനെ പണം കൊടുക്കും? ഇവൻ യുദ്ധത്തിൽ ഇവൻ്റെ സാധനം എല്ലാം പൊക്കൊണ്ടിരിക്കുക, പിന്നെ ഇവൻ എന്തോ എടുത്തിട്ട് തിരിച്ചടയ്ക്കും. അതുകൊണ്ട് IMF ലോൺ പൂൾ കിട്ടാത്ത അവസ്ഥ, യുദ്ധാനന്തരം ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഏറ്റുമുട്ടലിൻ്റെ ഒടുവിൽ സംഭവിക്കാൻ പോകുന്ന പാകിസ്ഥാൻ അതിഭീകരമായ ദാരിദ്ര്യത്തിലേക്ക്, ആഭ്യന്തര കലാപത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ തന്നെ ഖൈബർ പഖ്തൂൺഖ്വ മേഖല, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, ബലൂചിസ്ഥാൻ മേഖലയൊക്കെ വലിയ സംഘർഷത്തിലേക്ക് മാറുകയാണ്. പട്ടാളത്തിൻ്റെ നേരെ ഉണ്ടാകുന്ന ആക്രമണം അതിഭീകരമാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, യുദ്ധത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഡാമിലെ വെള്ളം തുറന്നു വിട്ടും വെള്ളം കൊടുക്കാതെയും ഇന്ത്യ വേറെ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വല്ലാതെ നട്ടം തിരിയുന്ന സമയത്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്ത് ഇന്ത്യൻ മിസൈൽ വന്ന് പതിച്ചത്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അതൊരു ഞെട്ടലാണ്. ഇപ്പം നമ്മൾ ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കാൻ 3 വർഷമായി. വേണമെങ്കിൽ റഷ്യയ്ക്ക് ഒരു മിസൈൽ അയച്ച് സെലൻസ്കിയെ തട്ടാവുന്നതൊക്കെ ഉള്ളൂ. ആണ് പ്രിസിഷൻ മിസൈലൊക്കെ അയച്ചാൽ സെലൻസ്കിയുടെ പാലസ്, അതേ ഇരിക്കുന്ന ഒഫീഷ്യൽ വസതി തകർത്ത് കളയും. പക്ഷെ അതൊന്നും ചെയ്യില്ല. സാധാരണഗതിയിൽ പണ്ടൊക്കെ ആയിരുന്നു രാജ്യത്തലവന്മാരെ തട്ടിക്കളയുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു നയം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആയത്തുള്ള ഖൊമൈനി അല്ലെങ്കിൽ ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്ക്യാൻ ഒരു ലോ പ്രൊഫൈൽ മനുഷ്യനാണ്. ഇയാൾ ഖമനയെ പോലെയുള്ള തീവ്രവാദമൊന്നുമില്ല, പക്ഷെ ഖമനയെ പിടിച്ച് മിണ്ടാതിരിക്കുന്ന ആളാണ്. വേണമെങ്കിൽ ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞ് അയാളെ അറ്റാക്ക് ചെയ്യാം. അതിനു മുമ്പ് റൈസിയെ തട്ടി, റൈസിയുടെ വിമാനം തകർന്നു വീണു ഇറാൻ പ്രസിഡന്റ്. ഇപ്പോൾ നട്ടും ബോൾട്ടും ഇല്ലാത്ത വിമാനം ആയതുകൊണ്ടാണെന്ന് പറയുന്നു, ഇസ്രായേൽ തട്ടിയതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ രാജ്യത്തലവന്മാരെ നേരിട്ട് ഹിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ള ഒരു രീതിയില്ല. പക്ഷേ ഇന്ത്യ ഒരു സൈൻ കാണിച്ചു കൊടുത്തു, വേണ്ടി വന്നാൽ നിന്റെ പാലസിലേക്കും ഞങ്ങളുടെ മിസൈൽ വന്ന് വീഴും എന്നുള്ള സൂചന കൊടുത്തു. അപ്പം നമ്മളിത് പറഞ്ഞാണ്. അപ്പോഴേക്ക് സൈന്യം ഇയാളെ മാറ്റിയിരിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു സൈനിക താവളത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബങ്കറിലേക്കായിരിക്കാം. ഇനി അതിന് മറ്റൊന്നുകൂടെയുണ്ട്. പാകിസ്ഥാനല്ലേ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സൈന്യത്തിൻ്റെ കയ്യിൽ കിട്ടുകയാണ്. നമ്മൾ ആലോചിക്കണം, പാകിസ്ഥാനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ലോകത്ത് ഏതെങ്കിലും സൈന്യത്തിനൊരു രാജ്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ആർമിക്ക് മാത്രമേ സ്വന്തമായിട്ടൊരു രാജ്യമുള്ളൂ. നമുക്കൊക്കെ രാജ്യത്തിനാണ് സൈന്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി അഭയാർത്ഥിയായി സൈന്യത്തിൻ്റെ കാലുകൾക്കിടയിൽ ഒളിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ ആരാണ് എമർജ് ചെയ്യുക? സൈന്യമാണ് അല്ലേ. സൈന്യത്തിൻ്റെ അപ്രമാദിത്വത്തിന് മുന്നിൽ, മൈറ്റിക്ക് മുമ്പിൽ പ്രധാനമന്ത്രി കീഴടങ്ങുന്ന സ്ഥിതി ഉണ്ടാവും. എന്നാൽ പിന്നെ ഈ പ്രധാനമന്ത്രി എന്തിനാണെന്ന് സൈന്യം ആലോചിച്ചാലോ? അതിലേക്ക് കാര്യങ്ങൾ മാറാം. ഒരുപക്ഷെ ഈ ഇപ്പോൾ ഒളിവിൽ പോയ, ബങ്കറിൽ പോയ, ബങ്കർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ജയിൽ തന്നെയാണ് അല്ലേ. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അറയാണ്. കല്ലുകൊണ്ട് കെട്ടിപ്പിടിക്കുക, ബോംബാക്രമണങ്ങളെയും ബുള്ളറ്റുകളെയൊക്കെ ചെറുക്കാൻ ശേഷിയുള്ള ഒരു കല്ലറയാണ് ബങ്കർ. ഈ കല്ലറയിലേക്ക് മാറിയ ഷഹബാസ് ഷെരീഫ് ഇനിയുള്ള കാലം മുഴുവൻ ആ കല്ലറയിൽ കഴിയേണ്ടി വരുമോ എന്നതുകൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനിൽ വലിയ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. പാകിസ്ഥാൻ ഒരുപക്ഷെ ഒരു ഇന്ത്യയുമായി ഒരു സമ്പൂർണ്ണ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് മാറിയാൽ പാകിസ്ഥാൻ വല്ലാതെ വിഷമിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ന് ഭൂപടത്തിൽ കാണുന്ന പാകിസ്ഥാൻ അതേപോലെ ഉണ്ടാകുമോ എന്നറിയില്ല. ഒരുപക്ഷെ അതിനുശേഷം ഈ യുദ്ധം 1 or 2 ഇപ്പോൾ 3-ാം ദിവസമാണ്. ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ നീണ്ടു നിൽക്കുമെന്നറിയില്ല. 71-ലെ യുദ്ധം 14 ദിവസമാണ് നീണ്ടത്. 14-ാം ദിവസം പാകിസ്ഥാൻ നിരുപാധികം കീഴടങ്ങി. പക്ഷേ ഇതിപ്പോൾ എത്ര ദിവസത്തേക്ക് പോകുമെന്നറിയില്ല. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിതിൽ ഇടപെടാൻ പോകുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും എന്ന് പറഞ്ഞാൽ, മാത്രമല്ല ഇന്ത്യക്ക് തീവ്രവാദത്തെ നേരിടാനുള്ള, സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് JD വാൻസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ നടക്കുന്ന സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലാക്കാക്കി ജനങ്ങളെ ഉപദ്രവിക്കാതെ, ഇപ്പോഴും സിവിലിയൻ ഡെത്തൊന്നും കാര്യമായി പറയുന്നില്ല. അപ്പോൾ സിവിലിയൻ ഡെത്ത് പരമാവധി ഒഴിവാക്കി പ്രിസിഷൻ സ്ട്രൈക്കാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു, മാത്രമല്ല ലോകത്തെമ്പാടും തീവ്രവാദത്തെ നേരിടാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ നടത്തുന്ന ആക്രമണം തെറ്റാണ് എന്ന് പറയാൻ ലോകത്തൊരു രാജ്യത്തിനും പറ്റില്ല. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ പ്രമേയമുണ്ട്. തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കാൻ ഓരോ രാജ്യങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ചൈന ഉൾപ്പെടെ പാസ്സാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തെ ഒരു പ്രതിരോധ നടപടിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യക്ക് അനുകൂലമായൊരു നിലപാട് പരോക്ഷമായെങ്കിലും ചില ശത്രു രാജ്യങ്ങൾക്ക് പോലും പറയുന്നത്. ചൈന പോലും പരസ്യമായി പറഞ്ഞിട്ടില്ല. ഖേദിക്കുന്നു, ഞങ്ങൾക്ക് വി റിഗ്രറ്റ് എന്നാണ് ചൈന പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വലിയ മേൽക്കൈയുണ്ട്. പക്ഷേ ഷഹബാസ് ഷെരീഫ് ഈ ഏറ്റുമുട്ടൽ പോരാട്ടങ്ങൾ കഴിയുമ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാകുമോ, അതോ ഈ കല്ലറയിൽ കാരാഗ്രഹത്തിൽ വീണ്ടും കഴിയേണ്ടി വരുമോ എന്ന് കണ്ടറിയണം. മാത്രമല്ല, ഈ സമയത്ത് പാകിസ്ഥാനിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇമ്രാൻഖാനെ പുറത്തു വിടണം. ഇമ്രാൻഖാനെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ സഹായിക്കാൻ കഴിയൂ എന്ന് കരുതി എന്നുള്ള ആവശ്യം ഉന്നയിച്ച് എന്ന കരുതലോടെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. ഷഹബാസ് ഷെരീഫ് പോകുന്നത് അസിം മുനീറിൻ്റെ വഴിയിലൂടെയാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.